ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നോൻപൊക്കെ നോറ്റ് ഇങ്ങനെ ക്ഷീണിച്ച് കൊയങ്ങി ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിക്കൻ കടായിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നല്ലോണം കഴുകി ഒരു ചെമ്പൊക്കെ ഇട്ടെടുത്തു. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, അതേപോലെ ഗരം മസാല, ഉപ്പ് ഇതിട്ടങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്ത്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. 1 മണിക്കൂർ എന്നേലും ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പം നമുക്ക് കടായി ഉണ്ടാക്കിയെടുക്കാൻ കടായി മസാല മസ്റ്റാണല്ലോ, അതൊന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒരു 5 വറ്റൽമുളക്, ഒരു 2 ടേബിൾ സ്പൂണ് നമ്മളെ മല്ലി ഉണ്ടല്ലോ, പച്ചമല്ലി, പിന്നെ ഒരു 3/4 സ്പൂണ് കുരുമുളക്, 3/4 ടീസ്പൂണ് നല്ല ജീരകം, പിന്നെ 3/4 ടീസ്പൂണ് പെരുംജീരകം, ഒരു നുള്ളു ഉലുവ കേട്ടോ. ഇതൊക്കെ ഇട്ടെടുത്തങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ചൂടാറിയിട്ട് വേണം ഒന്ന് പൊടിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അത് പൊടിച്ചെടുക്കുമ്പോൾ ഞാൻ മൂടി ഉണ്ടല്ലോ, അടപ്പ്, അതിമ ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അതിമ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ മൂടിയിൽ ഇങ്ങനെ ആവില്ല കേട്ടോ. നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ അടപ്പിൻ്റെ മുകളിലായിട്ട് ഒരു കടലാസ് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളെ കടായി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ കൊഴിച്ചെടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പം ഒരു സവാള, ഒരു ക്യാപ്സിക്കം സ്ക്വയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തത് ഒരു 1/2 വേവാവോളം അങ്ങനെ എണ്ണയിൽ വഴറ്റിയെടുത്തിട്ടൊന്ന് കോരി മാറ്റുക. പിന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്തുകൊണ്ട് നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കുക. അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ച എണ്ണയൊക്കെ തന്നെ നമ്മൾ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 4 സവാള കേട്ടോ അത് കട്ട് ചെയ്തത്. അപ്പോൾ ഇതൊരു 3 കിലോ ചിക്കൻ കടായി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കണത്. പിന്നെ ഇതൊക്കെ ഒരു ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചെറിയുള്ളി കട്ട് ചെയ്തത് അതിട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതൊക്കെ ചെറിയ തക്കാളിയാണ് കേട്ടോ, ഒരു 8 തക്കാളി പുഴുങ്ങിങ്ങാണ്ട് അത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ട് മിക്സീൻ്റെ ജാറിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ തക്കാളിയാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ ഞാൻ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അത് സോയാ സോസ്, ചില്ലി സോസ് ഒന്നും ഒഴിക്കാതെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കണത്. അപ്പോൾ ഞാനൊരു റെസിപ്പി ഇതൊക്കെ ഒഴിച്ചിട്ട് കാണിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഒഴിക്കാതെയാണ് ഞാൻ ഇത് കാണിക്കണത്. അങ്ങനെ തക്കാളി പുഴുങ്ങി വെച്ച തക്കാളിയാണ്. അപ്പോൾ നല്ലോണം തൊലിയൊക്കെ കളഞ്ഞുകൊണ്ട് മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുത്തുകൊണ്ട് ഇത് കൊഴിച്ചു കൊടുത്തു. അങ്ങനെ അതൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊക്കെ 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, അതേപോലെ നമ്മളെ സാധാ മുളക് പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കളറിന് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ വലിയ ജീരകം പൊടിച്ചത്, അതേപോലെ മല്ലിപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഗരം മസാല 1.5 സ്പൂൺ ഗരം മസാല കേട്ടോ അതിട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിതൊക്കെ മെയിനായിട്ട് ചേർക്കേണ്ടത് നമ്മളെ കടായി മസാല പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ അത്. ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടിട്ട് ഈ പൊടി കടായി മസാല ഉണ്ടാക്കിയിട്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ പുളിക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുക്കുക.
അങ്ങനെ ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും ഇട്ടുകൊടുത്ത് അതൊന്ന് നല്ലോണം ഇട്ടുകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളച്ച വെള്ളമാട്ടോ അത് ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമുക്കിത് കുറച്ച് ഗ്രേവി വേണമല്ലോ, അപ്പോൾ അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതൊന്ന് ചിക്കനൊക്കെ തിളച്ച് വരുമ്പോൾ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും ചെയ്യും. പിന്നെ എനിക്ക് പുളി കമ്മിயாக തോന്നിയപ്പോൾ ഞാൻ കുറച്ച് നമ്മളെ തൈരുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്ത്. അങ്ങനെ ചിക്കനൊക്കെ നല്ലോണം വേവായി വന്നപ്പോൾ നമ്മൾ ആദ്യം കോരി മാറ്റി വെച്ച ക്യാപ്സിക്കം സവാള ഉണ്ടല്ലോ അത് ഇട്ടെടുത്ത് കണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതൊക്കെ ലാസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതങ്ങനെ മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട് ഒന്ന് അടിച്ചെടുത്ത് കണ്ട് അങ്ങനെ അതും ചേർത്ത് കൊടുക്കട്ടോ. അപ്പോഴും അടിപൊളി ടേസ്റ്റ് ആയിക്കാരം. അങ്ങനെ ഞാൻ നോമ്പിന് പിന്നെ ഓർഡറൊന്നും എടുക്കൂല, കാറ്ററിംഗ് വർക്കൊന്നും എടുക്കൂല എന്ന് വിചാരിച്ച് മനസ്സിൽ നല്ലോണം നെയ്യത്തൊക്കെ വെച്ചിനി. അതൊക്കെ പാളിപ്പോയിട്ടോ. അപ്പോൾ നമ്മളെ കുറച്ച് സ്ഥിരം കസ്റ്റമർ ഉണ്ട്. അപ്പോൾ അവരങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കാറ്ററിംഗ് വർക്കാണ് കേട്ടത്. 3 കിലോ ചിക്കൻ കടായി 3 കിലോ നെയ്ച്ചോറും. അപ്പോൾ അങ്ങനെ സ്ഥിരം കസ്റ്റമറായി നമ്മളിതിങ്ങനെ ചെയ്ത് കൊടുക്കണം. 2-3 വർക്ക് ഞാൻ ഏറ്റെടുത്തിക്കണം. കാരണം നമ്മൾ നോമ്പൊന്നും നോറ്റുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയൂല. എന്നാലും ഞാൻ അങ്ങനെ എന്തായാലും ചെയ്ത് കൊടുത്തു. മാഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.